എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PC 2024 നടത്തുന്ന LDC LGS പരീക്ഷകൾക്കായിട്ട് നമ്മൾ മുൻകാല ചോദ്യപേപ്പറുകൾ നോക്കി വരികയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് കേരള PSC പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടത്തിയ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 41/2018. നമുക്ക് ചോദ്യപേപ്പറിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ആദ്യമായി ഹൈക്കോടതി ജഡ്ജിയായ വനിത. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ആദ്യമായി ഹൈക്കോടതി ജഡ്ജിയായ വനിത. ഓപ്ഷൻ എ ആണ് ഉത്തരം, അന്ന ചാണ്ടി. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, മഞ്ചേശ്വരം. വാലസമുദായ പരിഷ്കാരിണി സഭയ്ക്ക് നേതൃത്വം നൽകി രൂപീകരിച്ചത്. വാലസമുദായ പരിഷ്കാരിണി സഭയ്ക്ക് നേതൃത്വം നൽകി രൂപീകരിച്ചത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, പണ്ഡിറ്റ് KP കറുപ്പൻ. കേരളത്തിലെ ഒന്നാം മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് മന്ത്രി. കേരളത്തിലെ ഒന്നാം മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് മന്ത്രി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സി അച്യുതമേനോൻ. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സുഗതകുമാരി. കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത്. ഓപ്ഷൻ എ ആണ് ഉത്തരം, വെങ്ങാനൂർ. പറമ്പിക്കുളം വന്യമൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. പറമ്പിക്കുളം വന്യമൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പാലക്കാട്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ. ഓപ്ഷൻ സി ആണ് ഉത്തരം, പുന്നമട. കൊച്ചി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുവാൻ സഹായിച്ച രാജ്യം. കൊച്ചി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുവാൻ സഹായിച്ച രാജ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ജപ്പാൻ. ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, വൈകുണ്ഠസ്വാമികൾ. ലോകത്തിലാദ്യമായി GST നടപ്പിലാക്കിയ രാജ്യം. ലോകത്തിലാദ്യമായി GST നടപ്പിലാക്കിയ രാജ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഫ്രാൻസ്. ഹാർട്ട് ഓഫ് ഏഷ്യ എന്നത് ഏത് രാജ്യത്തിൻ്റെ വികസനവും സുരക്ഷയും ലക്ഷ്യമിട്ടുള്ള അയൽ രാജ്യങ്ങളുടെ സംരംഭമാണ്. ഹാർട്ട് ഓഫ് ഏഷ്യ എന്നത് ഏത് രാജ്യത്തിൻ്റെ വികസനവും സുരക്ഷയും ലക്ഷ്യമിട്ടിട്ടുള്ള അയൽ രാജ്യങ്ങളുടെ സംരംഭമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, അഫ്ഗാനിസ്ഥാൻ. ആദ്യമായി ഇസ്രായേൽ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ആദ്യമായി ഇസ്രായേൽ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, നരേന്ദ്രമോദി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഓപ്ഷൻ എ ആണ് ഉത്തരം, ആനമുടി. പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവ പിടിച്ചെടുക്കുവാൻ വേണ്ടി ഇന്ത്യ നടത്തിയ സൈനിക ഓപ്പറേഷന്റെ പേരെന്ത്? പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവ പിടിച്ചെടുക്കുവാൻ വേണ്ടി ഇന്ത്യ നടത്തിയ സൈനിക ഓപ്പറേഷന്റെ പേര്. ഓപ്ഷൻ എ, ഓപ്പറേഷൻ വിജയ്. ഏത് നദിയിലെ ജലസേചന പദ്ധതിയാണ് സർദാർ സരോവർ? ഏത് നദിയിലെ ജലസേചന പദ്ധതിയാണ് സർദാർ സരോവർ? ഓപ്ഷൻ ബി ആണ് ഉത്തരം, നർമ്മദ. ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ന്യൂഡൽഹി. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായ ഹാരപ്പ കണ്ടെത്തിയത്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായ ഹാരപ്പ കണ്ടെത്തിയത്. ഓപ്ഷൻ ഡി, ദയാറാം സാഹ്നി. മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത്. മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത്. ഓപ്ഷൻ ബി, വില്യം ജോൺസ്. ആദ്യ ജൈനമത സമ്മേളനം നടന്നത് എവിടെ? ആദ്യ ജൈനമത സമ്മേളനം നടന്നത് എവിടെ? ഓപ്ഷൻ സി, പാടലീപുത്രം. കാർഷിക പുരോഗതിക്ക് വേണ്ടി ജലസേചന പദ്ധതികൾ നടപ്പിലാക്കിയ തുഗ്ലക് ഭരണാധികാരി. കാർഷിക പുരോഗതിക്ക് വേണ്ടി ജലസേചന പദ്ധതികൾ നടപ്പിലാക്കിയ തുഗ്ലക് ഭരണാധികാരി. ഓപ്ഷൻ ബി, ഫിറോസ് ഷാ തുഗ്ലക്. മുഗൾ രാജവംശം നിലവിൽ വന്ന വർഷം. മുഗൾ രാജവംശം നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ ബി,
1526. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി. ഓപ്ഷൻ സി ബഹദൂർ ഷാ രണ്ടാമൻ. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അവസാനം പിൻവാങ്ങിയ വിദേശ ശക്തി. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അവസാനം പിൻവാങ്ങിയ വിദേശ ശക്തി. ഓപ്ഷൻ ഡി പോർച്ചുഗീസ്. പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ. പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ. ഓപ്ഷൻ സി ആത്മാറാം പാണ്ഡുരംഗ്. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന ദേശീയ സമിതി. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന ദേശീയ സമിതി. ഓപ്ഷൻ എ ലോക്പാൽ. 2017 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാര്? 2017 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്. ഓപ്ഷൻ എ റാഫേൽ നദാൽ. 2023 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് നൊവാക് ജോക്കോവിച്ച് ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്തത്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. സ്വത്തിനുള്ള അവകാശം. സർവീസിൽ നിന്നും വിരമിച്ച ആരെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്? സർവീസിൽ നിന്നും വിരമിച്ച ആരെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഹൈക്കോടതി ജഡ്ജി. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഓപ്ഷൻ ഡി ഡെറാഡൂൺ. ആരാണ് കല്ലേൻ പൊക്കുടൻ? ആരാണ് കല്ലേൽ പൊക്കുടൻ? ഓപ്ഷൻ എ പരിസ്ഥിതി പ്രവർത്തകൻ. നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ ആസ്ഥാനം. നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ ആസ്ഥാനം. ഓപ്ഷൻ ഡി വിശാഖപട്ടണം. കൊച്ചിയെയും ധനുഷ്കോടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത. കൊച്ചിയെയും ധനുഷ്കോടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത. ഓപ്ഷൻ ബി NH-49. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി. ഓപ്ഷൻ സി ഷിയോനാഥ്. നീതി ആയോഗിൻ്റെ ആദ്യ വൈസ് ചെയർമാൻ. നീതി ആയോഗിൻ്റെ ആദ്യ വൈസ് ചെയർമാൻ. ഓപ്ഷൻ ബി അരവിന്ദ് പനഗരി. ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി. ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി. ഓപ്ഷൻ എ മഹാനദി. 2024 ഒളിമ്പിക്സിന് വേദിയാകുന്നത്. 2024 ഒളിമ്പിക്സിന് വേദിയാകുന്നത്. ഓപ്ഷൻ എ പാരീസ്. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബാങ്കുകളുടെ ആദ്യ ദേശസാൽക്കരണം നടന്നത്? ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബാങ്കുകളുടെ ആദ്യ ദേശസാൽക്കരണം നടന്നത്? ഓപ്ഷൻ ഡി 4. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം. ഓപ്ഷൻ ബി പരുത്തി വ്യവസായം. പടിഞ്ഞാറൻ റെയിൽവേയുടെ ആസ്ഥാനം. പടിഞ്ഞാറൻ റെയിൽവേയുടെ ആസ്ഥാനം. ഓപ്ഷൻ സി മുംബൈ. ദോക്ലാം എന്ന ഭൂപ്രദേശം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. ദോക്ലാം എന്ന ഭൂപ്രദേശം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻ ബി സിക്കിം. ഇന്ത്യയുടെ എത്രാമത്തെ ഉപരാഷ്ട്രപതിയാണ് ശ്രീ വെങ്കയ്യ നായിഡു? ഇന്ത്യയുടെ എത്രാമത്തെ ഉപരാഷ്ട്രപതിയാണ് ശ്രീ വെങ്കയ്യ നായിഡു? ഓപ്ഷൻ സി 13. ശ്രീബുദ്ധൻ നിർവ്വാണം പ്രാപിച്ച സ്ഥലം. ശ്രീബുദ്ധൻ നിർവ്വാണം പ്രാപിച്ച സ്ഥലം. ഓപ്ഷൻ ഡി കുശിനഗരം. ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻ എ ത്രിപുര. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിൻ്റെ ആപ്തവാക്യമാണ് അഹോരാത്രം ജാഗ്രത? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിൻ്റെ ആപ്തവാക്യമാണ് അഹോരാത്രം ജാഗ്രത? ഓപ്ഷൻ ബി നാവികസേന. ഇന്ത്യയിൽ ആദ്യത്തെ അണുപരീക്ഷണം നടത്തിയത്. ഇന്ത്യയിൽ ആദ്യത്തെ അണുപരീക്ഷണം നടത്തിയത്. ഓപ്ഷൻ എ പൊഖ്റാൻ. ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം. ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം. ഓപ്ഷൻ ഡി 8. ലോക കാലാവസ്ഥാ ദിനം.
ലോക കാലാവസ്ഥാ ദിനം? ഓപ്ഷൻ ഡി മാർച്ച് 23. ഉത്തരേന്ത്യയിൽ വേനൽക്കാലത്ത് വീശുന്ന പ്രാദേശികവാദമാണ്? ഉത്തരേന്ത്യയിൽ വേനൽക്കാലത്ത് വീശുന്ന പ്രാദേശികവാദമാണ്? ഓപ്ഷൻ ബി ലൂ. പിറ്റി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പിറ്റി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ഡി ലക്ഷദ്വീപ്. റെയിൽവേ സ്റ്റേഷനുകളിൽ കുഞ്ഞുങ്ങൾക്ക് ചൂടുപാലും ഭക്ഷണവും ലഭ്യമാക്കാൻ റെയിൽവേ മന്ത്രാലയം ആരംഭിച്ച പദ്ധതി? റെയിൽവേ സ്റ്റേഷനുകളിൽ കുഞ്ഞുങ്ങൾക്ക് ചൂടുപാലും ഭക്ഷണവും ലഭ്യമാക്കാൻ റെയിൽവേ മന്ത്രാലയം ആരംഭിച്ച പദ്ധതി? ഓപ്ഷൻ സി ജനനി സേവ. ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ ജന്മദേശം? ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ ജന്മദേശം? ഓപ്ഷൻ എ ഉത്തർപ്രദേശ്. ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ജന്മദേശം ഒഡീഷയാണ്. രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള പ്രസിഡന്റിന്റെ അധികാരം എന്നിവയ്ക്ക് നാം കടപ്പെട്ടിരിക്കുന്ന ഭരണഘടന? രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുവാനുള്ള പ്രസിഡന്റിന്റെ അധികാരം എന്നിവയ്ക്ക് നാം കടപ്പെട്ടിരിക്കുന്ന ഭരണഘടന? ഓപ്ഷൻ എ അയർലൻഡ്. ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആര്? ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആര്? ഓപ്ഷൻ സി ലോക്സഭാ സ്പീക്കർ. ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് ആർക്ക്? ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് ആർക്ക്? ഓപ്ഷൻ എ ഗവർണർ. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത്? മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ഗോപാലകൃഷ്ണ ഗോഖലെ. ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി 8. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്വിമണ്ഡലമുള്ള ഇന്ത്യൻ സംസ്ഥാനം? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്വിമണ്ഡലമുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ സി കർണാടക. ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നതാര്? ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നതാര്? ഓപ്ഷൻ ബി രാഷ്ട്രപതി. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത്? ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്തതായി ഇംഗ്ലീഷ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. ഹി പ്ലേസ് പിയാനോ ഈസ് എൻ എക്സാമ്പിൾ ഓഫ്? ഓപ്ഷൻ സി ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ദ ബേബി വാക്ക്ഡ് സ്ലോലി. ഇൻ ദിസ് സെൻറ്റൻസ് slowly is? Option B adverb. Passive voice of he has drawn 2 pictures is? Option A 2 pictures have been drawn by him. The reporter's speech of Mary said I am watching television is? Option D Mary said that she was watching television. Pick out the singular form from the given words. Option D fungus. Which of the following is one word of a government by a king or a queen? Option A monarchy. The word nearest in meaning to the word alert is? Option C watchful. Which of the following is the word opposite in meaning to the word assemble? Option B disperse. Choose the incorrectly spelt word. Option D vacation. Find out the correct sentence. Option C each of boys is clever. We expect dash official inquiry into the incident. Option B An. Chitra dances well dash. Option B doesn't she. Rani is holding a vase dash her hand. Option D in. Children dash to school every day. Option A go. Shakespeare is the dash dramatist in English. Option C greatest. He has been speaking continuously dash 5 o'clock.
ഓപ്ഷൻ എ സിൻസ്. Neither his brother nor his sister dash wise. Option D is. The empty mountain regions without trees are an awful. Option B sight. 79ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഗിഫ്റ്റി ഈസ് ഡാഷ് ദാൻ ഗീത. ഓപ്ഷൻ സി യങ്ങർ. അടുത്തതായി മാത്സ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. 62, 55, 48 എന്ന ശ്രേണിയിലെ 10ാമത്തെ പദം ഏത്? ഓപ്ഷൻ സി -1. പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങുന്നതിനായി വിസ്മയ 15,000 രൂപയ്ക്ക് വാങ്ങിയ പഴയ ഫോൺ 15% നഷ്ടത്തിൽ വിറ്റു. എത്ര രൂപയ്ക്കാണ് പഴയ ഫോൺ വിറ്റത്? ഓപ്ഷൻ ബി 12,750. ഒരു സംഖ്യയുടെ 8 മടങ്ങ് 8.2 ആണ്. സംഖ്യ ഏത്? ഓപ്ഷൻ എ 1.025. 10 സംഖ്യകളുടെ ശരാശരി 125 ആണ്. ഇതിൽ നിന്നും ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി 118 ആയി. എങ്കിൽ ഒഴിവാക്കിയ താഴെ തന്നിരിക്കുന്നതിൽ സംഖ്യ ഏത്? ഓപ്ഷൻ ഡി 188. അശ്വിൻ 300 കിലോമീറ്റർ ദൂരം ശരാശരി 40 കിലോമീറ്റർ വേഗതയിൽ ബസ്സിൽ യാത്ര ചെയ്തു. ശരാശരി 50 കിലോമീറ്റർ വേഗതയിൽ കാറിലായിരുന്നു ഇത് ദൂരം സഞ്ചരിച്ചതെങ്കിൽ എത്ര സമയം ലാഭിച്ചു കാണും? ഓപ്ഷൻ ബി 90 മിനിറ്റ്. 4 പേർ ചേർന്ന് 9 ദിവസം കൊണ്ട് തീർക്കുന്ന ഒരു ജോലി 6 ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ എത്ര ജോലിക്കാരെ കൂടി കൂടുതലായി വേണ്ടിവരും? ഓപ്ഷൻ എ 2. ഏത് സംഖ്യയുടെ 15% 900? ഓപ്ഷൻ ഡി 6000. 10⁵ into 10⁻⁻8 is equal to? ഓപ്ഷൻ ബി 0.001. ഒരു ചതുരത്തിൻ്റെ നീളം 4 ഇരട്ടിയായും വീതി പകുതിയായും കുറയ്ക്കുകയും ചെയ്താൽ ലഭിക്കുന്ന പുതിയ ചതുരത്തിൻ്റെ വിസ്തീർണം ആദ്യ ചതുരത്തിൻ്റെ വിസ്തീർണവുമായി എന്ത് മാറ്റമുണ്ടാകും? ഓപ്ഷൻ സി 2 മടങ്ങാകും. 15:18 ഈസ് ഈക്വൽ ടു x:144 ആയാൽ എക്സിൻ്റെ വില എത്ര? ഓപ്ഷൻ ഡി 120. 2008 റിപ്പബ്ലിക് ദിനം ശനിയാഴ്ച ആയിരുന്നുവെങ്കിൽ സ്വാതന്ത്ര്യദിനം ഏത് ദിവസമായിരിക്കും? ഓപ്ഷൻ സി വെള്ളി. 15, 20, 26, 33, 41 എന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതായിരിക്കും? ഓപ്ഷൻ എ 50. ബ്രേക്ക് എന്ന വാക്കിനെ കോഡ് രൂപത്തിൽ ASDBJ എന്നെഴുതിയാൽ സോളാർ എന്ന വാക്കിൻ്റെ കോഡ് രൂപം എന്തായിരിക്കും? ഓപ്ഷൻ സി RPKBQ. ഒരു ഫോട്ടോയിലെ സ്ത്രീയെ ചൂണ്ടിക്കാട്ടി എൽദോ പറഞ്ഞു, ഇവരുടെ അമ്മയുടെ സഹോദരൻ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഒരേ ഒരു മകനാണ്. എങ്കിൽ എൽദോയ്ക്ക് ഈ സ്ത്രീയുമായുള്ള ബന്ധമെന്താണ്? ഓപ്ഷൻ ബി സഹോദരി. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്ത സംഖ്യ ഏത്? ഓപ്ഷൻ സി 16,000. ഒരു ക്ലോക്കിൽ 4 മണിയാകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കുമിടയിലുള്ള കോണളവ് എത്ര? ഓപ്ഷൻ സി 120 ഡിഗ്രി. 441, 462, 841 x ആയാൽ x എത്ര? ഓപ്ഷൻ ഡി 870. അൻഷ വീട്ടിൽ നിന്നും 3 കിലോമീറ്റർ തെക്കോട്ടും തുടർന്ന് 4 കിലോമീറ്റർ കിഴക്കോട്ടും സഞ്ചരിച്ചാണ് കോളേജിലെത്തുന്നത്. എങ്കിൽ വീട്ടിൽ നിന്നും കോളേജിലേക്ക് എത്തുന്നതിനുള്ള കുറഞ്ഞ ദൂരം എത്ര? ഓപ്ഷൻ എ 5. ഹാഷ് ഗുണനത്തെയും @ ഹരണത്തെയും ആസ്റ്ററിക്സ് അല്ലെങ്കിൽ സ്റ്റാർ സങ്കലനത്തെയും ശതമാനം എന്നത് വ്യവകലനത്തെയും സൂചിപ്പിച്ചാൽ 16 @ 2 സ്റ്റാർ 3 ഹാഷ് 4% 10 എത്ര? ഓപ്ഷൻ ഡി 10. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ 57. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.